നയനയില്ലേ? ബബിത എവിടെ? എന്താ ഏട്ടാ കാര്യം? കുറെ കാലമായിട്ട് നിങ്ങൾ രണ്ടുപേരുടെ കട എടുത്തില്ലേ, അപ്പൊ കാര്യങ്ങളൊക്കെ നോക്കി കാണാൻ വേണ്ടി, അല്ല കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കാണാൻ വേണ്ടിട്ടേ. ചേട്ടാ, അന്ന് കോഴിക്കോട് കൊടുത്തിട്ട് സാധനം ഇല്ലേ, അതോടെ എത്തിന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. ഒരു താങ്ക്സ് പറയാൻ പറ്റിയില്ല. അത് പിന്നെ ബബിതയും നയനയും പറഞ്ഞ കോഴിക്കോടൊന്നല്ല, എവിടെയായാലും കൊണ്ട് കൊടുത്തില്ല പറ്റും. നയന തയ്യൽ പിടിച്ചു കഴിഞ്ഞു? ഇല്ല ഏട്ടാ, ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ചേച്ചി നന്നായിട്ട് തയ്ക്കും. അല്ല, എന്തിനായിരുന്നു ഏട്ടാ? നയന ആദ്യമായിട്ട് തയ്ക്കുന്നത് എനിക്ക് ഗിഫ്റ്റായിട്ട് തരും. അതെന്തിനാ? ഓർമ്മയിൽ സൂക്ഷിക്കും. അതിനെന്താ, തരാലോ. നീ എന്താണ് പറഞ്ഞല്ലോ? ഒരാൾക്ക് എടുക്കാനുള്ള സാധനമല്ലേ ഉള്ളൂ. രണ്ടുപേരെടുക്കുന്ന പ്രശ്നം ഉണ്ടോന്നില്ല. നയന ഇത് പിടിച്ചു. എന്റെ രാശേട്ടാ, എവിടെയൊക്കെ നോക്കിന്നറിയോ? എന്ത് പറ്റി നയന? ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതെന്താ? രാജേട്ടനല്ലേ പറഞ്ഞേ ആദ്യമായിട്ട് തയ്ക്കണത് ഗിഫ്റ്റായിട്ട് തരണമെന്ന്. തയ്യൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് തയ്ക്കണത് ഇതൊക്കെയാ. അടുത്തത് പെറ്റിക്കോട്ട, അതും തരാം. നന്നായിട്ട് വളയ്ക്കുന്നുണ്ടല്ലോ അനിയൻ. ഞാനൊരു ഉപദേശം തരട്ടെ. പെൺപിള്ളേരുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും വളഞ്ഞു നിൽക്കരുത്. എന്തുണ്ടെങ്കിലും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കണം. എങ്ങനെ? മുഖത്തോട് മുഖത്തോട് മുഖം. എന്റെ രതീഷേട്ടാ, കുറെ നേരമല്ലോ, കാര്യം പറ. ബബിതയ്ക്ക് അറിയാമോ എന്നെനിക്കറിയില്ല, വാത്സല്യം സിനിമയിലെ മമ്മൂട്ടിയാണ് ഞാൻ.